ഇത് പുറമേ കാണാൻ ചെറിയ ഇഷ്യൂ ആയിരിക്കും, ബട്ട് ദ ലോസ് ഇറ്റ് ഈസ് മേക്കിംഗ് അറൌണ്ട് 30-35% ഓഫ് യുവർ എൻറ്റയർ റവന്യൂ. പിന്നെ ഞാൻ ഇത് മാർക്കറ്റ് അനലൈസ് ചെയ്തു. CA ഇന്ത്യയിൽ മാത്രം 1 lakh CA ഉണ്ട്. ലൈക്ക് നോർമൽ ഹൈപിക് EY KPMG ഇവരൊക്കെ പീക്ക് ലെവലാണ്, കോർപ്പറേറ്റ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതേപോലെയുള്ള CA തന്നെ ഇന്ത്യയിൽ അബൌട്ട് 85% ഉണ്ട്. So that's a huge market. So that's where we saw an opportunity. ഈ സ്റ്റാർട്ടപ്പ് ഗ്രാൻസിനെ കുറിച്ച് നോക്കുമ്പോഴാണ് ലൈക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് കേട്ടോ കേരള. ഐ നീഡ് ടു accept that. Kerala Startup Mission is like supporting like anything. They literally wanted to develop a good ecosystem there. എല്ലാത്തിനും സബ്സിഡി വാട്ടെവർ. ഇപ്പോൾ ഒരു വർക്കിംഗ് സ്പേസ് ആണെങ്കിൽ they are giving the subsidy. Like they are giving grants without taking any equity. It's free grants. It's not easy. Like even I like approach തമിഴ്നാട് കർണാടക നോക്കിയത് അവിടെ എനിക്ക് അറിഞ്ഞിട്ട് like they are picking up 3% equity I guess. Even for the minimal amount they are giving. But Kerala Startup they literally want to improve our state. Bill Gates ഒരു ലൈക്ക് ഫണ്ണി ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും ടെൻഷൻ മൂപ്പര് ഫ്രണ്ട്സിനെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്. അവർ പേ ചെക്ക് ചോദിക്കുന്ന ടെൻഷൻ എന്ന് മൂപ്പര് പറഞ്ഞത്. മൂപ്പർക്ക് ആ ടെൻഷൻ ഉണ്ടാവും, എനിക്ക് എത്ര ഉണ്ടാവും. ഷിമിൽ, വെൽക്കം ടു ഫൗണ്ടേഴ്സ് ഗ്രൂപ്പ്. ലിറ്ററലി ദുബായിൽ ലാൻഡ് ചെയ്ത മുതൽ ജൈടെക്സ്, ഇപ്പോൾ പോഡ്കാസ്റ്റ്, ഇത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റർ മീറ്റിംഗ്, you've got a full plate. എന്ത് തോന്നുന്നു? like are you tensed, excited? Kind of mixed emotions. Like everything is unplanned totally. Like even coming to Dubai, this is my first visit to Dubai. And literally everything, like excited to meet the new investors and stuff. And ഇത് totally like unpredicted, this podcast. And this is my first podcast as well. So yeah, a bit nervous as well. Completely packed ആണല്ലോ. 100%. ഇപ്പോൾ എന്താണ് ജൈടെക്സിൽ എന്താണ് ചെയ്യുന്നത്? So Jitex they're conducting an event for startups, like Startup and Investors Connect called Expand North Star. So നമ്മൾ like Kerala Startup Mission വഴിയാണ് വന്നത്. So technically I'm into looking for like good investment to my project. എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്? സോ നമ്മൾ സ്റ്റാർട്ടപ്പിൻ്റെ പേര് ട്രാൻസോടെക് ലാബ്സ് എന്നാണ്. സോ ഇറ്റ്സ് ലൈക്ക് SaaS സ്റ്റാർട്ടപ്പ് ആണ്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ലൈക്ക് ടെക്നിക്കലി like solving problem for like all service sectors and enterprises. It's a B2B applications ആണ്. What it does is like it's an AI based automated workflow and incident management system എന്ന് പറയും. എന്താണ് എക്സാക്ട്ലി? ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനി സർവീസ് സെക്ടർ, ഇപ്പോൾ ഒരു CFM എടുത്താലും അല്ലെങ്കിൽ എനി IT സർവീസ് സെക്ടർ എന്തെടുത്താലും ദേ ഹാവ് എ വർക്ക് ഫ്ലോ, റൈറ്റ്? എല്ലാ വർക്കിനും ദേ വിൽ ബി ഹാവിങ് എ ഫ്ലോ. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻറ്റയർ ഫ്ലോ നമ്മൾ സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യും. ഇപ്പോൾ എല്ലാ സർവീസ് സെക്ടേഴ്സിലും അവർ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ടാസ്ക് അല്ലെങ്കിൽ എന്തൊരു കാര്യങ്ങൾ വർക്കോ ടൈമിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ആർ ലൂസിങ് ടൈം, യു ആർ ലൂസിങ് മണി. റിസൾട്ടിങ് ഈസ് യു ആർ ലൂസിങ് യുവർ ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സ്. സോ ഇത് പുറമേ കാണാൻ ചെറിയ ഇഷ്യൂ ആയിരിക്കും, ബട്ട് ദ ലോസ് ഇറ്റ് ഈസ് മേക്കിംഗ് അറൌണ്ട് 30-35% ഓഫ് യുവർ എൻറ്റയർ റവന്യൂ. സോ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മേക്കിംഗ് എ ഹ്യൂജ് ഇമ്പാക്ട്. പറയുമ്പോൾ സിമ്പിളായിട്ട് പറയും ലൈക്ക് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇത് കുറച്ച് ഡിലേ ആണ്, 1 day ആവും, 2 days ആവും എന്നുള്ളതൊക്കെ. ടെക്നിക്കലി ഇമ്പാക്ടിങ് എ ഹ്യൂജ് ഏരിയ. സോ ആ പ്രോബ്ലമാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. എക്സാക്ട്ലി. അങ്ങനത്തെ ഡിലേസ് ഒഴിവാക്കാനും ഇപ്പോൾ ഏതൊരു ടാസ്ക് ആരും അറ്റൻഡ് ചെയ്യാതെ പിക്ക് ചെയ്യാതുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റം തന്നെ പിക്ക് ചെയ്ത് റെസ്പെക്റ്റീവ് ടീമിനോ അല്ലെങ്കിൽ ആർക്കാണോ കപ്പാസിറ്റി ഉള്ളത് ആൾക്ക് നോക്കി അതിനെ പോയി അസൈൻ ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്യും. ആൻഡ് എൻറ്റയർലി ഇറ്റ് വിൽ ട്രാക്ക് എൻഡ് ടു എൻഡ്. നമ്മളൊരു സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ആവുന്നവരെ ഇത് കംപ്ലീറ്റ്ലി കീപ്പ് ഓൺ ഫോളോയിങ് അപ്പ് ആൻഡ് ട്രാക്കിംഗ്. സോ ഡസ് ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ ടൈം. സോ എനിവേസ് ബിഫോർ ജൈടെക്സ് നമുക്ക് കുറച്ച് ബാക്കിൽ നിന്ന് തുടങ്ങാം. ഷിമിൽ ആസ് എ കോളേജ് സ്റ്റുഡൻറ്റ് എവിടെയാണ് പഠിച്ചത്, എന്തായിരുന്നു? So I've grown up and like college studies, everything was at Coimbatore. Completely Tamil Nadu based ആണ്. And so ആ സ്റ്റോറി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ഐ മീൻ ആക്സിഡൻ്റൽ ഓൺട്രപ്രണർ അങ്ങനെ പറയുകയാണെങ്കിൽ ടിപ്പിക്കലി. സോ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം ദിയർ. സോ എന്തായിരുന്നു കോഴ്സ്? ഇറ്റ്സ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. അതാണ് ഫണ്ണി പാർട്ട്. ലൈക്ക് വെൻ ഐ വാസ് ഇൻ മൈ ലൈക്ക് കംപ്ലീറ്റഡ് മൈ 10th, റൈറ്റ്? ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പ്. ഒബ്വിയസ്ലി ഞാൻ അപ്ലിക്കേഷൻ ഇടാൻ പോകുമ്പോൾ മൈ ഡാഡ് മൂപ്പരപ്പോൾ BSNL വർക്ക് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഗവൺമെൻറ് എംപ്ലോയി, ടിപ്പിക്കൽ ഇന്ത്യൻ പാരൻറ്. സോ യു നോ ദ സ്ട്രിക്ട്നെസ്. സോ നേരെ അപ്ലിക്കേഷൻ ഫോമിൽ പോയി നീ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ അല്ല, യു ആർ എ ഡോക്ടർ. സോ ബയോളജി ഗ്രൂപ്പിന് അപ്ലിക്കേഷൻ ഇട്ട് കൊടുത്ത് പുഷ് മീ ടു ബയോളജി ഗ്രൂപ്പ്. സോ +2 കഴിഞ്ഞപ്പോൾ എന്തായി? +2 കഴിഞ്ഞപ്പോൾ ബയോളജി ഗ്രൂപ്പാണ്, അവൻ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ പോകുന്ന നോക്കുമ്പോൾ ഐ വാസ് ഇൻ എഞ്ചിനീയറിംഗ് അഗെയിൻ.
അത് അടുത്ത ഫേസ്. ടോട്ടലി ഇവിടെ റിലേഷനില്ല, അവിടെ റിലേഷനില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് പോയപ്പോൾ ഐ വാസ് ഇൻ ടു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. അത് ടിപ്പിക്കലി ലൈക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, ആ ബേസിന് കംപ്ലീറ്റ്ലി കോർ വരിക. സോ ടിപ്പിക്കലി ദേ വർ expecting me to get into some core companies like Johnson Controls, many companies are there, AI automation companies are there, like industrial automation. അപ്പോൾ they were expecting that, but I jumped into IT. After that again other switch, like from my 12th standard ഒന്നും ഇതിന് റിലേഷൻ കണക്ഷൻ ഇല്ല. ആൻഡ് IT ഇറ്റ്സ് അനദർ ഫൺ ക്രൈറ്റീരിയ. ഈ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ലൈക്ക് ഫസ്റ്റ് സപ്ലി ഓർ അറിയർ subject which I failed is data structure, which is a computer paper. So my coding knowledge was zero literally when I'm out of college. എന്നിട്ടാണ് ഐ.ടിയിലോട്ട് പോയിട്ട് there was a mentor for me, so called money. ഐ.ടിയിലോട്ട് പോയി എന്ന് പറയുമ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് again പ്ലേസ്മെന്റ്, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിരുന്നു. സോ ഐ വാസ് നോട്ട് ഇൻ ടു ഗെറ്റിംഗ് ഇൻ ടു പ്ലേസ്മെന്റ് ഡ്യൂ ടു സം പേഴ്സണൽ റീസൺ. വേണ്ട കരുതിക്കാണ്, ഹയർ സ്റ്റഡീസ് പോവാം, സം MSO സംതിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓബ്വിയസ്ലി മൈ ഫ്രണ്ട്സ് അത്. അപ്പോൾ അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, എൻ്റെ ഫ്രണ്ട്സിനെ നന്നായിട്ട് അറിയാം. ലൈക്ക് ഹയർ സ്റ്റഡീസ് പോയി ഒന്നും ചെയ്യാൻ പോകണില്ല, അവർ നന്നായിട്ട് അറിയാം. ദേ വർ ലൈക്ക് ഫോഴ്സിങ് മീ, ഇതാണ് ലാസ്റ്റ് കമ്പനി, ജസ്റ്റ് ഗോ ആൻഡ് അറ്റൻഡ്. അപ്പോൾ ചുമ്മാ അറ്റൻഡ് ചെയ്ത പോലെ, ചുമ്മാ നല്ല ദർ വാസ് സം എഫേർട്സ് വി ഹാവ് ടു പുട്ട് ഇൻ ടു ഓബ്വിയസ്ലി. സോ അങ്ങനെ കയറി കൂടിയതാണ്. ഐ വാസ് ഇൻ ടു IT ലൈക്ക് കോൾ CGI വിച്ച് ഇസ് ഇൻ ചെന്നൈ. സോ അങ്ങനെ ഐ.ടിയിലോട്ട് ജോയിൻ ചെയ്തു വിത്ത് സീറോ കോഡിംഗ് നോളേജ്, നത്തിങ്. സോ ഓബ്വിയസ്ലി ലൈക്ക് ദർ വാസ് എ മെൻറ്റർ ഫോർ മീ, ലൈക്ക് മനിത എന്ന് അറിയാം. ഷീ ഈസ് ഫ്രം ലൈക്ക് ഉത്തരാഖണ്ഡ്. അപ്പോൾ എനിക്ക് അവരാണ് ഇതിനെ അലൊക്കേറ്റ് ചെയ്തത്. ഈ ഫ്രഷറിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഓരോ ബഡീനെ അലൊക്കേറ്റ് ചെയ്യുമല്ലോ. സോ വാട്ട് ഷീ തോട്ട് ഇസ് സിംപ്ലി ലൈക്ക് ഇതാണ് കോഡിങ് ഇങ്ങനെ ഉണ്ടാവുക, പ്ലസ് F5 and F10 സോ യു ക്യാൻ ഡീബഗ്. ഇത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. സോ ഐ മീൻ ടു ഗെയിമിങ് മച്ച് മോർ. ഓക്കെ, എനിക്ക് ഗെയിം പിന്നെ ഈ ഫോട്ടോഷോപ്പ് കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ വെബ് അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ HTML കോഡ് ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കളർ ചേഞ്ച് ആവും. ദാറ്റ് വാസ് സോ മച്ച് എക്സൈറ്റിംഗ് ഫോർ മീ. അപ്പോൾ അങ്ങനെ ഒരു ഗെയിമായി എടുത്ത് വേഗം പഠിച്ചപ്പോൾ പെട്ടെന്ന് വേഗം പഠിക്കാൻ പറ്റി. കോഡിങ് കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയി കിട്ടിയപ്പോൾ വേഗം പഠിക്കാൻ പറ്റി. ഇറ്റ്സ് ലൈക്ക് ഹൗ വി അപ്രോച്ച്. അത് ഒരു വർക്കായിട്ട് കാണാതെ ഒരു ഗെയിമായി കണ്ടു. അപ്പോൾ എനിക്ക് വേഗം ഒരു ക്രൈറ്റീരിയ ടാസ്കൊക്കെ വേഗം തീർത്ത് ഗ്രോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഇറ്റ്സ് ലൈക്ക് എക്സാക്ട്ലി. സോ 2 years തന്നെ ലൈക്ക് ദേ മേഡ് മീ ലൈക്ക് ടീം ലീഡ്. ഇറ്റ്സ് ലൈക്ക് ഷോർട്ടർ ഗ്രോത്ത്. യൂഷ്വലി ഇറ്റ് ടേക്സ് 2 6 years, ബട്ട് it's how you approach things and how much, exactly. So how much responsibility you take it off. So അങ്ങനെ കാര്യങ്ങളുണ്ട്. സോ ലിറ്ററലി ആ തോട്ട് എനിക്ക് വരാൻ കാരണം ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കോഡ് അടിക്കുമ്പോൾ കളർ ചേഞ്ച് ഒക്കെ ഒരു അപ്പോൾ എനിക്ക് ഇമ്പ്രസ് അങ്ങനെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. സിമ്പിളാണ്, ഒരു സിംഗിളിൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. സോ അത് ബട്ടൺ ക്രിയേഷനായിട്ട് ഞാൻ കണ്ടില്ല. വാട്ട് ഐ ലുക്ക്ഡ് ഇസ് ലൈക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ബട്ടനാണല്ലോ ലൈക്ക് UK ഹോസ്പിറ്റൽസ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. വാട്ട് എവർ ദ ബട്ടൺ ദേ ക്ലിക്കിംഗ് ഇറ്റ്സ് ഇൻ റിയൽ അപ്ലിക്കേഷൻ. സോ ഞാൻ ചെയ്തത് സംതിങ് മേക്കിംഗ് എ ഹ്യൂജ് ഇമ്പാക്ട്. ഇറ്റ്സ് ഫോർ യൂസ് ഹോസ്പിറ്റൽസ്. ഐ വാസ് ലിറ്ററലി തിങ്കിങ് ഓക്കെ ഇപ്പോൾ ബട്ടൺ വർക്കായില്ല, അവർ പേഷ്യൻ്റ് ബില്ലിങ്ങിന് വെയിറ്റ് ചെയ്യാണ്. സംഭവം സിമ്പിൾ ബട്ടൺ ഒരു അപ്ലിക്കേഷനിൽ ഇടുകയാണ്, ബട്ടൺ വർക്കാവുള്ള ഇമ്പാക്റ്റ് ആണ്. സോ അവിടെ ഇപ്പോൾ ഒരു ബില്ലിംഗ് പ്രോസസ് ഡിലേ ആയാലോ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പേഷ്യനെ ഒരു ഇമ്പാക്റ്റ് ആകുമോ, ഈ പ്രോസസ് ഡിലേ ആവുന്നതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ. ഒരു സിമ്പിൾ ബട്ടണോട് ഐ ക്യാൻ മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ ദാറ്റ് വേ. സോ ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ റിസൾട്ട് വെർ ഇറ്റ് ഗോസ്, നോട്ട് ജസ്റ്റ് എ സിമ്പിൾ HTML കോഡ്. സോ ദാറ്റ് മേഡ് മീ ലൈക്ക് മോർ ആൻഡ് മോർ റെസ്പോൺസിബിൾ ആൻഡ് ലൈക്ക് സോ എങ്ങനെയാണ് അത് സ്റ്റാർട്ടപ്പിൻ്റെ ലോകത്തേക്ക് എങ്ങനെയാണ്? സ്റ്റാർട്ടപ്പിൻ്റെ ലോകം ഇസ് ലൈക്ക് മച്ച് മോർ ഫണ്ണിയർ. ലൈക്ക് നമ്മളിപ്പോൾ പറയുമല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരിപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തോ, ലൈക്ക് ഇന്ന് അസൈൻമെൻറ്റ് ചെയ്തോ, എന്താ ചെയ്തോ, അല്ലെങ്കിൽ ഇന്ന് കളിക്കാൻ പോകാം, പുറത്ത് പോവുക, ഇങ്ങനത്തെ കോൺവെർസേഷൻ ആയിരിക്കും ടിപ്പിക്കലി. ഒരു ദിവസം എന്തായി ലൈക്ക് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് പോയി, ലൈക്ക് വയനാട്ടിലോട്ട് ഒരു കേവിലോട്ട് ട്രക്കിങ്ങിന് പോയതാണ്. അപ്പോൾ വി ഹാവ് ടു സ്റ്റേ ഇൻ കേവ്. അപ്പോൾ അവിടെ ഈ ലൈക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് വി വർ സ്റ്റാർട്ടിങ് ഡിസ്കസിങ്. ടിപ്പിക്കലി നമ്മൾ ആദ്യം ഫ്രണ്ട്സ് ഗ്യാങ്, ചെറുപ്പത്തോട്ടുള്ള ഗ്യാങ്ങല്ലേ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കോമഡിയൊക്കെ പറഞ്ഞ് കളിയാക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം വി സ്റ്റാർട്ടഡ് ഡിസ്കസിങ് അബൌട്ട് ലൈഫ്. സോ ദാറ്റ്സ് എ ഓഡ് വൺ. നമ്മൾ ജോളിയായിട്ട് വെറും അതുമാത്രം ഇങ്ങനെ കളിയാക്കി ചിരിച്ച് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ മൂഡൊന്ന് ചേഞ്ചായി. സോ ടിപ്പിക്കലി ലൈക്ക് ദാറ്റ് ടൈം ഐ വാസ് ലൈക്ക് വെൽ സെറ്റിൽഡ്, ലൈക്ക് ഒരു ഗുഡ് സ്റ്റേജിലായിരുന്നു. ജോബ് നന്നായിട്ട് പോകണ്ടായിരുന്നു, സ്റ്റേബിൾ ആയി, വാസ് എൻജോയിങ് മൈ ലൈഫ് ലിറ്ററലി, ഇറ്റ് വാസ് ഗോയിങ് ഗുഡ്. ഞങ്ങൾ ഗ്യാദർ ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈക്ക് ഓരോരുത്തർ സിറ്റുവേഷൻ സ്റ്റേജസ് കാണുമ്പോൾ ലൈക്ക് ദേ വർ സ്റ്റാർട്ടഡ് ഷെയറിങ് ലൈക്ക് ഇങ്ങനെ ഇപ്പോൾ റിയാലിറ്റിയാണ്. വി ആർ അറൗണ്ട് 28 ആയി, ഇനി അടുത്ത കല്യാണം കഴിക്കാനും ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ ദേ വർ നോട്ട് ഇൻ റൈറ്റ് ജോബ്, ലൈക്ക്
ഓൾമോസ്റ്റ് അൺഎംപ്ലോയിഡ് എന്ന് പറയാം, ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ലൈക്ക് ലിറ്ററലി ഹിറ്റ് മീ. ഇപ്പോൾ ദർ ഇസ് എ സേയിങ് ലൈക്ക് ഇപ്പോൾ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഒരു കോട്ടുണ്ട് ആക്ച്വലി. ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് യുവർ നെയ്ബേഴ്സ് ഹാവ് ഇനഫ് ഓൺ ദെയർ പ്ലേറ്റ്. സോ ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. സോ ദാറ്റ് ഹിറ്റ് മീ ഹാർഡ്. ഇപ്പം ഞാൻ ഇവിടെ അടിപൊളി ഇങ്ങനെ ലൈക്ക് ബാംഗ്ലൂരിൽ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ മൈ ക്ലോസ് ഫ്രണ്ട്സ്, മൈ ബ്രദേഴ്സ് ആർ ലൈക്ക് സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് എ ലൈഫ്. സോ ദാറ്റ് ഹിറ്റ് മീ ഹാർഡ്. സോ ലേറ്റർ വി ഡിസൈഡഡ് ഓക്കെ ലെറ്റ്സ് ഡു സംതിങ്, ഐ വിൽ ടീച്ച് യു കോഡിങ്. കോഡിങ് പഠിപ്പിച്ചു തരാം. ബിക്കോസ് ആ സമയത്ത് ലൈക്ക് ആ കോവിഡ് ടൈമിൻ്റെ ഒരു ടൈമാണത്. സോ ദർ വാസ് ലൈക്ക് അപ്പോൾ ഈ റിമോട്ട് ജോബ്സിനും അതിനെതിരൊക്കെ നല്ല സ്കോപ്പുള്ള ടൈമായിരുന്നു. അപ്പോൾ ഞാൻ കോഡിങ് പഠിപ്പിച്ചു തരാം. യുവർ തിങ് ഇസ് ടു ഡു ഇറ്റ് ലൈക്ക് യു ഗെറ്റ് എ ജോബ്. സോ അപ്പോൾ നെക്സ്റ്റ് വി ഡിസൈഡഡ് ലൈക്ക് ഡെയിലി 2 to 3 hours ഫോർ പഠിപ്പിക്കാം. അപ്പോൾ ഡെയിലി രാത്രി ഇരുന്ന് അവർക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. കോഡിങ്ങിന് പഠിപ്പിച്ച് ലൈക്ക് 3-4 months പോയി. സോ ഐ ഹാഡ് എ കോൺഫിഡൻസ് ദാറ്റ് ഓക്കെ ദേ ആർ അബൌട്ട് ടു ക്രിയേറ്റ് ആൻ ആപ്ലിക്കേഷൻ അറ്റ്ലീസ്റ്റ് ബേസിക്. അപ്പോൾ ദെൻ വാട്ട് ഹാപ്പൻ ടിപ്പിക്കലി ദേ ഹാഡ് ടു ഫേസ് ദ റിയാലിറ്റി, ദേ ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ ജോബ് മാർക്കറ്റ്. അവിടെ എഗെയിൻ അനദർ ചാലഞ്ചസ്. ഈ കോളേജ് കഴിഞ്ഞൊരു 8 years ഗ്യാപ്പിൽ വിത്തൗട്ട് എക്സ്പീരിയൻസ് നോ വൺ ഇസ് റെഡി ടു ടേക്ക് ദം ഇൻ. ഇറ്റ്സ് വെരി മച്ച് ഹാർഡ്. ഇപ്പോൾ ഞാനെന്നെ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ക്യാൻഡിഡേറ്റ് എടുക്കാൻ ഒരു 2 പ്രാവശ്യം ആലോചിക്കും. ബിക്കോസ് ഐ ഹാവ് ടു ഇൻവെസ്റ്റ് ഓൺ ദം, ഐ ഹാവ് ടു ട്രെയിൻ ദം. ഇറ്റ്സ് എ ബിഗ് സ്ട്രഗിൾ. ആൻഡ് വാട്ട് ഇഫ് പ്ലസ് ഇപ്പോഴത്തെ ഫ്രഷേഴ്സിന് ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് ദിസ് ജെൻസീസ് കാറ്റഗറീസ് ലൈക്ക് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് പിള്ളേരൊക്കെ പണ്ട് നമുക്കൊരു വ്യൂ ഉണ്ടായിരുന്നു. ഒരാൾ ലൈക്ക് ഒരു കമ്പനി ലൈക്ക് 8 years 10 years ഒക്കെ വർക്ക് ചെയ്താൽ ഈസ് ലൈക്ക് ലോയൽ, ഈസ് ലൈക്ക് സോ സ്ട്രോങ്, ടെക്നിക്കലി സ്ട്രോങ്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇറ്റ്സ് ലൈക്ക് സ്റ്റാഗ്നേറ്റഡ്. ഇപ്പോൾ ഒരാൾ 10 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരേ കമ്പനി തന്നെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റിൽ ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ ഹൗ ദിയർ ജഡ്ജസ് ലൈക്ക് അവർക്ക് ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഓർ ദെയർ ഇൻ ദെയർ കംഫർട്ട് സോൺ. അങ്ങനെ കുറേ കാലമാണ്. അത് ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി ട്രൂ ആണ്. ഗ്രോത്ത് കുറയുമ്പോൾ ഒരേ പ്രോജക്റ്റിൽ തന്നെ കുറേ കാലം ഉണ്ടായാൽ ഹൗ മച്ച് ദേ ലെർൺ. സോ ഇപ്പോഴത്തെ ജനറേഷനിൽ ദേ സ്വിച്ചിങ് കമ്പനീസ് ഫോർ ഈച്ച് ഇയർ. ഫസ്റ്റ് ഇയറിൽ ഒരു വർഷം കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യും, 2 years സ്വിച്ച് ചെയ്യും, ദെൻ മൾട്ടിപ്പിൾ സ്വിച്ചസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിനെ എടുക്കുന്നത് ഇറ്റ്സ് വെരി റെയർ ബിക്കോസ് ദേ മൈറ്റ് സ്വിച്ച് ഇൻ 1 or 2 years. അപ്പോൾ അങ്ങനത്തെ ഒരു ജോബ് ടൈറ്റിൽ മാർക്കറ്റാണ്. ഫ്രണ്ട്സ് സ്ട്രഗിൾ ചെയ്തു. യെസ്. ആൻഡ് അഗെയിൻ വി ആർ ബാക്ക് ടു സീറോ. ഈവൻ ദോ വി ലേൺ സം കോഡിങ്, അഗെയിൻ വി ആർ ബാക്ക് ടു സീറോ. So literally like everyone will be given some responsibilities. Okay, I'm a man of faith. Okay, so I'm just thinking like എല്ലാ ജീവനും there is something responsibility is there for each and everything. There is some meaning to the life, each and everything. എല്ലാവർക്കും responsibilities ഉണ്ടാവും. And so I literally thought okay, I can do something. Like I have a lot of experience into IT. Okay, let's why not try something. We'll develop some good product. റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ചെയ്ത് നിങ്ങൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു ഫസ്റ്റ്. റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട്. യെസ്, എക്സാക്ട്ലി. അങ്ങനെ ഒരു ഡിസിഷൻ. ദി തിങ് ഇസ് അപ്പോൾ എനിക്കൊരു ഹാർഡ് ടൈം ഉണ്ടായിരുന്നു. ലൈക്ക് ഈ കോവിഡ് ടൈമിൽ വീട് സ്വിച്ച് ചെയ്യണം. റെൻറ്റൊക്കെ കൂടിയതുകൊണ്ട് വേറെ വീട് നോക്കണം എന്നൊക്കെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് സൈറ്റ്സൊക്കെ നോക്കി. അപ്പോൾ എന്താ ഇപ്പോൾ ഇഷ്യൂ, ഞാൻ അതിൽ കണ്ടിരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളിരുന്ന് അരമണിക്കൂർ ഇരുന്ന് ഫുള്ള് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ലൈക്ക് റേറ്റ്, ബഡ്ജറ്റ് ഇട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, ഏരിയ, അമ്യൂണിറ്റീസ്, ഇതൊക്കെ വെച്ച് കുറേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്തൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് വെക്കും. വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ദേ വിൽ സേ ഇറ്റ് ഇസ് ഇൻ ബാംഗ്ലൂർ, ബട്ട് അത് ബാംഗ്ലൂർ ബോർഡറിൽ എവിടെയെങ്കിലും ആയിരിക്കും. ലൈക്ക് മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ ലാസ്റ്റ് നോക്കുമ്പോൾ പിന്നെ എഗൈൻ ഐ ഹാവ് ടു ഡു ഫ്രം ഫസ്റ്റ് എവറിത്തിങ്. സോ ഇറ്റ്സ് ലൈക്ക് ഹാർഡ്ലി ഒരു നല്ല പ്രോപ്പർട്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ എനിക്കൊരു 2 to 2.5 hours മിനിമം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് എഗെയിൻ അതൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് പോകുമ്പോൾ ആ ബ്രോക്കർ ചാർജ് അത് ഇതെന്നൊക്കെ കുറേ വേറെ ഇഷ്യൂസൊക്കെ കുറേ വരുന്നുണ്ട്. സോ ഐ ലിറ്ററലി തോട്ട് വിൽ ഡു സംതിങ് ലൈക്ക് മാപ്പ് ബേസ്ഡ് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഓൾ ഫിൽട്ടർ ചെയ്തിട്ട് അത് മാപ്പിൽ തന്നെ കാണിച്ചില്ല ഇത് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. സോ യു ക്യാൻ ഈസിലി ഗോ ആൻഡ് പിക്ക് എ പ്രോപ്പർട്ടി. സോ വിൽ ഡു സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ ടു റിയൽ എസ്റ്റേറ്റ്. പിന്നെ അതിൽ അല്ലെങ്കിൽ AI, വിർച്വൽ റിയാലിറ്റി, ബ്ലാ ബ്ലാ ബ്ലാ, സോ മെനി സ്റ്റഫ്സ് ഒക്കെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഐ തോട്ട് ദാറ്റ്സ് എൻ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്. It was only my decision. I thought that's an innovative product and people need it, so we can make good money. That was the biggest mistake. Like initially, like my mindset was, okay, we'll make some good money. അപ്പോൾ എന്തായി, ഇത് വന്നു, ഈ പ്രോഡക്റ്റ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു നല്ല MVP സ്റ്റേജ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് we started pitching and trying to get some customers. It never worked. Why? Because no one wanted that feature.
ഓക്കെ എസ്പെഷ്യലി ഇൻ കേരള മാർക്കറ്റ്, റൈറ്റ്? ഓക്കെ നോ വൺ വാണ്ടഡ് ദാറ്റ്. Okay. ദാൽ ബി ലൈക്ക് എനിക്കെന്തിനാ, അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, ഞാൻ തട്ടും പോവും, വിളിക്കും, അപ്പൻ്റെ ബുക്ക് ചെയ്യും, വീടെടുക്കും. ഓക്കെ ദേ വിൽ ലിറ്ററലി ഇൻ ടു ദാറ്റ്. അപ്പോൾ സ്റ്റേജിന് അവർക്കത് ആവശ്യമില്ല. പിന്നെ അവരിപ്പോൾ ബാംഗ്ലൂർ പോലെ നാട്ടിലും ഇത്ര കോംപ്ലക്സ് സിനാരിയോസ് അവർ ഗോട്ട് യൂസ്ഡ് വിത്ത് ഇറ്റ്. സോ ഈ പ്രോബ്ലം അത്ര വലുതല്ല. ഓക്കെ ഫോർ മീ ഇറ്റ് വാസ് ബിഗ്. ഓക്കെ ബിക്കോസ് ഞാൻ തരുമ്പോൾ ഫോർ മീ ഇറ്റ് വാസ് ബിഗ്, ബട്ട് ഐ നോട്ട് ദ മാർക്കറ്റിൽ പോയി നോക്കുമ്പോൾ ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. ഓക്കെ സോ ദാറ്റ് പിസ്ഡ് us off. സോ വി വർ ലൈക്ക് ഈ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സിനെ ചേർത്തിട്ടാണ് ചെയ്തത്? അല്ല, ഇത് വന്നിട്ട് ഫ്രണ്ട്സിന് ചേർത്തിന് മുമ്പ് ബിൽഡ് ചെയ്ത പ്രോഡക്റ്റാണ്. ശരി. ഓക്കെ ഓക്കെ ഞാൻ എൻ്റെ ഒരു കോളേജ് ഫ്രണ്ട് അവനായിട്ട് ചേർത്താണ് ബിൽഡ് ചെയ്തത്. ജോബിലിരിക്കുമ്പോൾ തന്നെ ജോബിലിരിക്കുമ്പോൾ തന്നെ ചെയ്തത്. അപ്പോൾ ഇത് ഫെയിലിയർ ആയിട്ട് വി വർ ലിറ്ററലി നത്തിങ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. ലൈക്ക് ഫെയിലിയർ ആയെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര ടെസ്റ്റ് ചെയ്തു, എത്ര പേരെ അപ്രോച്ച് ചെയ്തു? വി ലിറ്ററലി അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളപ്പോൾ ലൈക്ക് നോട്ട് ദാറ്റ് മെച്യൂർഡ് ഇൻ ടു IT. ഇതൊരു സ്റ്റാർട്ടപ്പ് ആണെന്ന് പോലും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. ഓക്കെ. നോട്ട് ഇൻ ടു എ സ്റ്റാർട്ടപ്പ് സ്റ്റേജ്. ഓക്കെ, ഒരു കമ്പനി രജിസ്റ്റർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക, അത് സെയിൽ ചെയ്യുക, പൈസ ഉണ്ടാക്കുന്ന മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 10 to 12 റിയൽ എസ്റ്റേറ്റ് പീപ്പിളിനോടൊക്കെ അപ്രോച്ച് ചെയ്തു. റിയൽ എസ്റ്റേറ്റ് കമ്പനീസിനോട് അപ്രോച്ച് ചെയ്തു. സോ അവരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നത്? യെസ്. ഓക്കെ. പക്ഷെ അവർക്ക് വേണ്ട, ബിക്കോസ് അവർക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ മോഡൽ ഉണ്ട്. ദേ ആർ ഗോയിങ് ഗുഡ്. സോ ദേ വർ ഓൺ ടു. നിങ്ങളുടെ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് നിങ്ങൾ പേ ചെയ്യും, സബ്സ്ക്രിപ്ഷൻ, അവരുടെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ. ഓക്കെ. എന്നിട്ട് ലൈക്ക് ഫെയിലിയർ ആയി. ആൻഡ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഡിസൈഡ് ചെയ്തു, ലൈക്ക് rather than having some conflicts with the innovation and stuff, so he wants to continue with the innovative stuff more and more. കുറേ ആഡ് ചെയ്ത് വെക്കുക. I was like, no, it's not working out. We need to build something what they need. So we later decided like, okay, we'll close the company for now, because ഇത് കോൺഫ്ലിക്റ്റ് പോയി കഴിഞ്ഞാൽ we want to value ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പനി ക്ലോസ് ചെയ്തു. പിന്നെയാണ് ലേറ്റർ ഐ വാസ് ട്രാവലിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ്. പിന്നെ അവർക്ക് വേണ്ടിയാണ് ഈ കോഡിംഗ് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം ഐ റീഓപ്പൺ ദ കമ്പനി ട്രാൻസോ. സോ ദാറ്റ്സ് ഐ റീഓപ്പൺ ഇൻ 2022. 2023 I reopened it again. Okay. So ഇവിടെ ലൈക്ക് ഇവൻച്വലി ഓപ്പൺ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ അവർക്കൊരു ലൈക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ്, ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ്, ഒരു ആക്ച്വൽ ലൈവ് പ്രോജക്റ്റ് കൊടുത്തിട്ട് ആ എക്സ്പെർട്ടീസ് കൊടുത്തിട്ട്, സോ ദേ വിൽ ഹാവ് ലൈക്ക് ഒരു 1 year or 2 years സ്പെൻഡ് ചെയ്താൽ ദേ ആർ നോട്ട് ഫ്രഷർ എനിമോർ. ദേ ആർ ലൈക്ക് 2 years എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്. അങ്ങനെ പ്ലാൻ ചെയ്ത് ദിസ് ടൈം മൈ മോട്ടിവേഷൻ നോട്ട് മണി. മൈ മോട്ടിവേഷൻ ഇസ് ലൈക്ക് make my surroundings better, make my friends life better, make my like എന്താ പറയുക, ഇപ്പോൾ കുറേ ഗ്രാസ് ഉണ്ടല്ലോ, ലൈക്ക് നല്ല സ്കിൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുമ്പോൾ മേൺ സ്റ്റാക്ക് ഡെവലപ്പർ സർട്ടിഫിക്കേഷൻ്റെ ഗുഡ് സ്കിൽസ് ഉണ്ടെന്ന് അറിയും. ബട്ട് ജോബ് മാർക്കറ്റിൽ കയറി കാണാൻ ഭയങ്കര പാടാണ് അവിടുന്ന്. അപ്പോൾ ലിറ്ററലി തോട്ട്, ഓക്കെ, ഇവർക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കുറേ കുട്ടികൾക്കും ജോബ് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് വാസ് മൈ ഓൺലി മിഷൻ ആ ടൈമിൽ. സോ വെൻ മൈ vision changed, right, from money to this actual social cause, my life literally changed. എങ്ങനെയാന്ന് വെച്ചാൽ people used to tell, right, the universe will support you typically when you are in a good path. Literally happened. So എനിക്ക് തന്നെ അറിയില്ല, I was getting good networking from big shots. And like getting real time issues, whatever the problem they are having, big enterprises having, they started approaching us. Okay, we are having this kind of issues. For example, പറയുകയാണെങ്കിൽ നമ്മൾ ദുബായിൽ ഒരു കോളേജ് ഉണ്ട്, ബ്രിറ്റ്സ് ഇംപീരിയൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട്. സോ ദേ ഹാഡ് എ ലിറ്ററലി ലൈവ് ഇഷ്യൂ. ലൈക്ക് അവർ ഫുൾ NRE സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്, 2000+ സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർക്ക് ഈ വീസ റിന്യൂവൽ പ്രോസസ്സ് ഉണ്ട്. ഓരോ സ്റ്റുഡൻസിന് ഓരോ ടൈമിൽ എക്സ്പയറി കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ടാവുക. അപ്പോൾ അത് ഡിലേ ആയി കഴിഞ്ഞാൽ ഐ തിങ്ക് ദേ ലിറ്ററലി പെയ്ഡ് അറൗണ്ട് ലൈക്ക് 60,000 dirhams പ്ലസ് ഫൈൻ മാത്രമായിട്ട്. ആ ഇഷ്യൂ എന്തുകൊണ്ടാണ്? ഡ്യൂ ഡേറ്റ് മിസ്സായതുകൊണ്ടാണ്. സോ ടിപ്പിക്കലി സോ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഈ അപ്രോച്ചായിട്ട് അവർ വന്നത്. ഓക്കെ, ജസ്റ്റ് മേക്ക് ടു, അതായത് ഡ്രെൻസോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, അവർക്ക് ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒക്കെ റിയൽ എസ്റ്റേറ്റ് ഡ്രോപ്പ് ചെയ്തു. ഈ പ്രോജക്റ്റ് അവർക്ക് ലേണിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ CRM ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ ഒരു ERP ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഒരു ഓപ്പൺ സോഴ്സ് എടുത്തിട്ട് അവർക്ക് സ്ക്രാച്ചിൽ ഇതെങ്ങനെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ എൻഡ് ടു എൻഡ് പഠിക്കാനും അതിൽ ഞങ്ങൾ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താൽ ദേ ക്യാൻ ലേൺ വെൽ ആൻഡ് നോ ദ ഫങ്ഷനാലിറ്റി വെൽ.
ശരി. അപ്പം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ കോളേജ് എങ്ങനെ അപ്രോച്ച് ചെയ്തത് നിങ്ങൾ? കോളേജ് വന്നിട്ട് എൻ്റെ ബ്രദർ സൗദിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ലിങ്കിലുള്ള ഒരു കോളേജാണ് അത്. അവർക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് കൺവേഡ് ലൈക്ക് ബ്രദർ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദെനിൽ അപ്രോച്ച് ഡസ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്തു. സോ ദിസ് ഇസ് വെയർ ലൈക്ക് എവറിത്തിങ് സ്റ്റാർട്ടഡ് ലൈറ്റ്നിങ്. സോ ഈ പോയിന്റിൽ എന്തായി, ഓക്കെ ഐ വാസ് ലിറ്ററലി ലോജിക്കലി എനിക്കൊരു മൈൻഡ് സെറ്റ് ആയി, ഇഫ് ലോജിക്കലി എനിത്തിങ് ഇസ് പോസിബിൾ ലിറ്ററലി ഇൻ സോഫ്റ്റ്വെയർ ഇറ്റ്സ് 100% പോസിബിൾ. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യാൻ ലോജിക്കലി 100% നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ്. സോ ലേറ്റർ വി ഡിസൈഡഡ് വി ഡെവലപ്ഡ് എ ന്യൂ ഫ്രെയിം വർക്ക് ആൻഡ് സ്റ്റാഫ്. ഈ ഓട്ടോമേറ്റഡ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് എടുത്തു ഈ കോളേജിന് വേണ്ടിയിട്ട് മാത്രം. അതിന് മാത്രം ഡിസൈൻ ചെയ്ത്, അതായത് ഫീസ് ഡ്യൂ ഡേറ്റ് തെറ്റാതെ ഈ വിസ ആപ്ലിക്കേഷൻ ഫോം അവരുടെ ആ വർക്ക് ഫ്ലോ ഉണ്ട്. വിസ ആപ്ലിക്കേഷന് ലൈക്ക് ദർ ആർ സം 14 സ്റ്റേജസ് ഉണ്ട് അവർക്ക്. ശരി. ആ 14 സ്റ്റേജസും കറക്റ്റ് ടൈമിന് ഓരോന്ന് തീർത്തിട്ട് കൊണ്ടുപോകണം. ഓരോന്നും ഓരോ ടീമായിരിക്കും ഹാൻഡിൽ ചെയ്യുക. ശരി. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അത് ഫുൾ ഒരു സിങ്ക്രണൈസ്ഡ് പ്രോസസ്സിൽ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ഡാഷ്ബോർഡിനകത്ത് അത് കാണിക്കും. ഡാഷ്ബോർഡിൽ ടിക്കറ്റ്സ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ടിക്കറ്റ്സ് അസൈൻ ആവും. ശരി. അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ടീമിൽ അസൈൻ ആവും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് തീർത്താൽ അയാളുടെ പണി മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അയാളുടെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂഷൻ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് ആൾക്ക് പോയിരിക്കണം നമ്മൾ സിസ്റ്റം കൊണ്ട് അസൈൻ ചെയ്യും. നമുക്ക് കാണാം ഇപ്പൊ ഏത് സ്റ്റേജിലാണ് ഉള്ളത്. യെസ്, ഗ്രാഫിക്കലി വിഷ്വലൈസ് കംപ്ലീറ്റ് ആയി. യെസ്, ഇനി എന്തൊക്കെ പെൻഡിങ് ഉണ്ട്, അതെ, അതിന്റെ ടൈം ലൈൻ എന്താണ് എല്ലാം കാണാം. വിഷ്വലി ഗ്രാഫിക്കലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരി. ഓക്കെ. സോ അത് സോൾവ് ആയി കഴിഞ്ഞപ്പോൾ എന്തായി, ലൈക്ക് വി സ്റ്റാർട്ടഡ് ഏർണിങ് സംതിങ്. ഓക്കെ, കോളേജ് അത് അക്സെപ്റ്റ് ചെയ്തു. അതെ, അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ഈ ഏർണിംഗ് തുടങ്ങുമ്പോൾ ലൈക്ക് ഐ ഹാവ് ടു ഫയൽ GST, റൈറ്റ്? സെയിൽസ് ആവാൻ തുടങ്ങുമ്പോൾ GST ഫയൽ ചെയ്യണം. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ GST ഫയൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് എൻ്റെ CA ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ സോൾവ് ചെയ്തു, ഇങ്ങനെ കോളേജ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായി, ഇതാ നമ്മൾ സോൾവ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഹി വാസ് ലൈക്ക് ലിറ്ററലി സ്ക്രാച്ചിങ് ഹിസ് ഹെഡ്. ഹി വാസ് ലൈക്ക് ഷിമില ഡു സംതിങ്, ലൈക്ക് എനിക്കിത് വലിയ പ്രോബ്ലം ഉണ്ട്. കാരണം ഈ അക്കൗണ്ടിങ് ഫേമിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ലിറ്ററലി ഇല്ല. ഓക്കെ. സോ ഹീസ് എ CEO വർക്ക്ഡ് ഇൻ ദുബായ് ഫോർ 4 years. പിന്നെ നാട്ടിൽ സ്വന്തമായിട്ട് ഇട്ടു. അപ്പോൾ മൂപ്പർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡ്യൂ ഡേറ്റ്സ് മിസ്സാവുന്നതുകൊണ്ടൊക്കെ ലിറ്ററലി ക്ലയൻറ്റ് മാറിപ്പോവാണ്. അവർക്ക് ഫൈൻ വരുമല്ലോ, ക്ലയൻറ്റാണ് ഫൈൻ അടക്കേണ്ടി വരിക. അവരുടനെ ആ CA ശരിയില്ലാണ്ട് വേറെ CAയിലോട്ട് പോകും. അതേപോലെ ചില കുറേ ഓൺഗോയിങ് കോൺവെർസേഷൻ വരും. പെട്ടെന്ന് ഒരാൾ വിളിച്ചു പറയും എനിക്ക് GST ഫയൽ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫയൽ ചെയ്യാണ്ടെന്നൊക്കെ വിളിച്ചു പറയും. ഇവരപ്പോൾ തന്നെ ചെയ്ത് കൊടുക്കും, പിന്നെ ബില്ല് ചെയ്യാൻ മറക്കും. സോ അവർക്ക് അഡോക്ക് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, അത് ബില്ല് ചെയ്യാൻ മറക്കും അവർ ടിപ്പിക്കലി. അപ്പം അങ്ങനെ തന്നെ അവർക്ക് നല്ല റവന്യൂ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഈ കറക്റ്റ് പ്രോപ്പർ ബില്ല് ചെയ്യാതെയും പിന്നെ ഡ്യൂ ഡേറ്റ് മിസ്സാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ. CA ആണ്. അപ്പോൾ ഇത് ടിപ്പിക്കലി പറയുമ്പോൾ ഓൾമോസ്റ്റ് ആ വിസ ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ ഇഷ്യൂമാരി തന്നെ റിലേറ്റ് ആവാൻ തുടങ്ങി. ദെൻ ഇറ്റ് ട്രിഗർഡ് മീ എ പോയിന്റ്. ദെൻ ഞാൻ ഇത് മാർക്കറ്റ് അനലൈസ് ചെയ്തു. CA firms ഇന്ത്യയിൽ മാത്രം 1 lakh CA firms ഉണ്ട്. ലൈക്ക് നോർമൽ HiPix, EY, KPMG ഇവരൊക്കെ പീക്ക് ലെവലാണ്, കോർപ്പറേറ്റ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതേപോലെയുള്ള CA firms തന്നെ ഇന്ത്യയിൽ അബൌട്ട് 85% ഉണ്ട്. സോ ദാറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. സോ ദാറ്റ്സ് വെയർ വി സോ ആൻ ഓപ്പർച്യൂണിറ്റി. സോ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഒരു കസ്റ്റമൈസ് ചെയ്ത് ജനറിക് ആക്കി എടുത്തു. നോട്ട് ഓൺലി ഫോർ ദ കോളേജ്. ഓക്കെ, നമ്മൾ എത്രത്തോളം കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ചാൽ ഏത് സർവീസ് സെക്ടേഴ്സിനും അവരുടെ വർക്ക് ഫ്ലോ അവർക്കിനെ ഡിസൈൻ ചെയ്ത് വിത്തൗട്ട് എനി കോഡിങ് അവർക്കിനെ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് വെച്ചാൽ എല്ലാ സർവീസ് സെക്ടേഴ്സിനും അപ്ലിക്കബിൾ ആവും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലിറ്ററലി വെൻ കെയിം ഇൻ ടു ദ വാല്യുവേഷൻ ലൈക്ക് ഇൻ ലൈക്ക് നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് മാത്രം ദാറ്റ്സ് ലൈക്ക് 500 CR മാർക്കറ്റ് ഇൻ ദിസ് ഓപ്പൺ മാർക്കറ്റ്. ഓക്കെ. So that's a huge gateway. So that's where literally thought like okay this is a pretty good idea and we have a good market for this. Okay. ഇതിൽ ഈ ടൈമിൽ ഇപ്പോൾ ഷിമിൽ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ചെക്കന്മാരും ഉണ്ടല്ലോ കൂടെ. അതെ. അത് വന്ന് ഫൗണ്ടിങ് ടീമിന് ഒറ്റയ്ക്കാണ്. ഫൗണ്ടിങ് ടീമിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ശരി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടെന്ന് അനലൈസ് ചെയ്തപ്പോൾ ഐഡന്റിഫൈ ചെയ്തു. ദെൻ CA അയാളും പറഞ്ഞു ലൈക്ക് ഹി വിൽ ജോയിൻ വിത്ത് മീ ആസ് എ CFO. ഓക്കെ. So he will help me build this product for CA firm. CA firmനെ ലൈക്ക് അറൗണ്ട് 1 lakh CA firms ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പേർട്ട് കൂടെ ഉണ്ടാവണം ആ വർക്ക് ഫ്ലോ ഡിസൈൻ ചെയ്യാൻ. സോ വി നീഡ് ഹിം. ഓക്കെ. സോ CFO ആയിട്ട് he will help me out. ശരി. Whatever it is, he will help me out. So he joined with me. Okay. Sirajuddin his name is. So he joined with me. So that's how we will check. അപ്പോൾ ഈ CA firmൽ ആപ്ലിക്കേഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ലൈക്ക് നെക്സ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ പോപ്പീസ് ബേബി കാർ ഉണ്ടല്ലോ, പോപ്പീസ് ബേബി കാർ ഷാജു സാറിൻ്റെ. അപ്പോൾ അവിടുന്ന് ഇതേപോലെ ഒരു
ഇഷ്യൂസ്. അവിടെ വേറൊരു കാര്യത്തിന് വേണ്ടി ഡിസ്കഷന് പോയതാണ്. അപ്പോൾ ലിറ്ററലി ടോൾഡ് ലൈക്ക് അവർക്ക് ഇതേപോലെ അങ്ങോട്ട് പോയാൽ വേറൊരു ഡിസ്കഷന് വേണ്ടി പോയതാണ്. ബേബി കെയർ പ്രോഡക്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വൈഫിൻ്റെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് പോയതാണ്. ഐ ടോൾഡ് യു റൈറ്റ്, ഇഫ് യു ആർ ഇൻ ടു സംതിങ് യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് യു ഫ്രം എനിവേർ. സോ ഓണറായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് ദേ ലൈക്ക് ലിറ്ററലി ഹാവ് എ ഹ്യൂജ് ഇഷ്യൂ ദിയർ ആസ് വെൽ. അത് അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തീംസ് ആണ്. ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് തീംസിന് കിഡ്സിന് ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇറക്കണം. അതേപോലെ ഓണത്തിനാണെങ്കിൽ അതിനുള്ള ഡിസൈൻ സെറ്റൊക്കെ ഇറക്കണം. അപ്പോൾ അവർക്ക് ലൈക്ക് ദർ ആർ n number of ഔട്ട്ലെറ്റ്സ്. അപ്പോൾ ഒരു തീം ഇറക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമിന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ആ ഇയർ ആ സെയിൽ ഉണ്ടാവില്ല. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇറ്റ് ഷുഡ് ബി ബിഫോർ ദാറ്റ് ഓർ 1 or 2 months ബിഫോർ ദാറ്റ് ഇറക്കണം. അപ്പോൾ ഇവർക്ക് ലൈക്ക് അവർക്ക് അറൗണ്ട് ലൈക്ക് 10-12 സ്റ്റേജസ് ഉണ്ട്. ലൈക്ക് ഒരു ഡിസൈൻ സെലക്ഷൻ മുതൽ കൊണ്ട് ഇറ്റ്സ് ലൈക്ക് സ്റ്റിച്ചിങ്, എംബ്രോയിഡറി, പ്രിന്റിങ്, ബട്ടണിങ്, n number of സ്റ്റേജസ് ഉണ്ട്. ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ലൈക്ക് അവർ പ്രൊക്യൂർ ചെയ്യാനത് ലൈക്ക് ദേ ഹാവ് ടു ഓർഡർ ഇറ്റ്, ഗെറ്റ് ഇറ്റ് ഡൺ. അപ്പോൾ അതിനൊക്കെ ഒരു ടൈം ഡിലേ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ഫോർ ദം. സോ അവർക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഏത് സ്റ്റേജിലാണ് സ്റ്റക്കായി കിടക്കണം എന്നുള്ളത്. പറയാൻ കാരണം ഞാൻ ഇത് പിച്ച് ചെയ്യുമ്പോൾ they were asking us what are you doing? Like I am doing this workflow management stuff, this is what I do. ലൈക്ക് കാണിച്ചു കൊടുത്തു ഇതാണ് സംഭവം ഞാൻ ചെയ്യുന്നുള്ളത്. സോ അവിടുത്തെ ലൈക്ക് IT ഹെഡും പിന്നെ ലൈക്ക് ബിസിനസ് ഹെഡും ഉണ്ടായിരുന്നു. സോ they were literally started relating stuff. ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ വൈനോട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇത് എവിടെ സ്റ്റക്ക് ആവണം എന്നൊക്കെ അറിയില്ല. കാരണം കുറേ ഔട്ട്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഓരോ ഔട്ട്ലെറ്റിലോട്ട് എത്തുന്ന വരെ ഉള്ള പ്രോസസ്സ് ട്രാക്ക് ചെയ്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവർ ചോദിച്ചു ഈ പ്രോസസ്സ് കേട്ടപ്പോൾ. സോ എഗെയിൻ ലോജിക്കലി പോസിബിൾ, വൈ നോട്ട് ട്രൈ ഇറ്റ്. സോ നമ്മൾ അവരോടൊപ്പം കോർഡിനേറ്റ് ചെയ്ത് ഒരു വർക്ക് ഡെവലപ്പ് ചെയ്തു. സോ ആ വർക്കൗട്ടായി, ലൈക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് സോ അപ്പോഴാണ് ലൈക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. ഇനിയും ലൈക്ക് ലൈവായിട്ട് പോയിട്ടില്ല, അവർക്ക് സം ഡാറ്റ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെയാണ് എനിക്ക് ക്ലിക്കായത്. ലൈക്ക് നോട്ട് ഓൺലി CFO, ഇപ്പോൾ ഇത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് വർക്കൗട്ട് ആകുമ്പോൾ തന്നെ ഇത് വൈ നോട്ട് ലോജിസ്റ്റിക്സ്. സോ എവിടെയൊക്കെ ഈ സർവീസ് സെക്ടേഴ്സിൽ പ്രോസസ് ഓറിയൻറ്റഡ് ജോബ് ഉണ്ടോ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. ടിപ്പിക്കലി വാട്ട്സ് ഹാപ്പനിങ്, മാർക്കറ്റ് ഇസ് കീപ്പ് ഓൺ എക്സ്പാൻഡിങ്. ആ CFM മാത്രം 500 CR മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ സെക്ടേഴ്സും കവർ ചെയ്യുമ്പോൾ ദ മാർക്കറ്റ് വിൽ കീപ്പ് ഓൺ എക്സ്പാൻഡിങ്. സോ ഇത്രയും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ വൈ നോട്ട്. സോ ദാറ്റ്സ് വെയർ വാട്ട് ഐ ഡിഡ് ഇസ് ലൈക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഞാൻ പിച്ച് ചെയ്യും ഈ ഐഡിയ. സോ ഐ ടോൾഡ് യു റൈറ്റ്, റിയൽ എസ്റ്റേറ്റ് ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പിച്ച് ചെയ്തപ്പോൾ ദ റിജക്റ്റഡ് ഇറ്റ്. ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഓൾറെഡി രജിസ്റ്റേർഡ് അതാണ്. ഈ ഐഡിയ അല്ല, റിയൽ എസ്റ്റേറ്റിന്റെ ഐഡിയ പിച്ച് ചെയ്തിരുന്നു. അതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തതും പിച്ച് ചെയ്തതും എങ്ങനെയാണ് അതിൻ്റെ? ഇപ്പോൾ അത് ലൈക്ക് ഇവൻച്വലി വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് കമ്പനി പേ, ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ, ആ സമയത്തായിരുന്നു. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന അപ്പോൾ ഒരു രസത്തിന് ചെയ്തതാണ്. കമ്പനി രജിസ്റ്റർ ചെയ്യാം, പേരിലൊരു കമ്പനിയുടെ ഒരു രസമല്ലേ, അങ്ങനെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ലൈക്ക് ഓബ്വിയസ്ലി നമ്മളിപ്പോൾ ഇൻസ്റ്റ ആൽഗോരിതമൊക്കെ എന്താണെന്ന് നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രസ്റ്റഡ് ആണ് അതിനെക്കുറിച്ച് റീൽ ഇങ്ങനെ വരും കുറേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ ലൈക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ വന്നതാണ്. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നീഷൻ നമുക്കൊന്ന് വെറുതെ അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഞാൻ തന്നെ അപ്ലൈ ചെയ്തിട്ടു. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് തിങ് ആക്ച്വലി, ബട്ട് പുറത്തൊക്കെ ലൈക്ക് അവർ കുറേ സർവീസ് ചാർജൊക്കെ വാങ്ങുകയോ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. എനിക്കത് അറിയാത്തതുകൊണ്ട് നന്നായി, എനിക്ക് ആ ലാഭമായി കിട്ടി. അതിനെ ഡയറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നീഷൻ കിട്ടി. സോ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന്. വേറെ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടോ അതിന്? ഇല്ല, നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ്റെ മിനിമൽ എക്സ്പെൻഷൻ ലൈക്ക് എക്സ്പെൻസ് തന്നെ ഉള്ളൂ, ഹാർഡ്ലി ഇല്ല, ഇതിന് എക്സ്പെൻസ് ഒന്നുമില്ല. ദെൻ പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കേരള പിന്നെ ഈ സ്റ്റാർട്ടപ്പ് ഗ്രാൻസിനെ കുറിച്ച് നോക്കുമ്പോഴാണ് ലൈക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട് കേട്ടോ കേരള. ഐ നീഡ് ടു അക്സെപ്റ്റ് ദാറ്റ്. Kerala Startup Mission is like supporting like anything. They literally wanted to develop a good ecosystem there. എല്ലാത്തിനും സബ്സിഡി വാട്ടെവർ. ഇപ്പോൾ ഒരു വർക്കിംഗ് സ്പേസ് ആണെങ്കിലും they are giving the subsidy. Like they are giving grants without taking any equity. It's free grants. It's not easy. Like even I like approach Tamil Nadu, Karnataka നോക്കിയത് അവിടെ എനിക്ക് അറിഞ്ഞിട്ട് like they are picking up 3% equity I guess, even for the minimal amount they are giving. But Kerala Startup they literally want to improve our state, literally anything. So equity ഒന്നും എടുക്കുന്നില്ല. All they do is like if you are growing good, if you are in a good stage, just give this money back. Yeah, goodwill amount mari. If you are doing good, if you are growing well, give this money back. So
അതർ സ്റ്റാർട്ടപ്സിലേക്ക് കം അപ്വേർഡ്. അങ്ങനത്തെ ഇതുണ്ടാകുമ്പോൾ ഓബിയസ്ലി അവർ പറയേണ്ട കാര്യമില്ല, നമ്മൾ കൊടുക്കും. അതെ അതെ. ബിക്കോസ് അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഹ്യൂജാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ കുറേ ട്രൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ എക്സിബിഷൻ വരികയാണെങ്കിലും ശരി, ഇപ്പം ഞാൻ എൻ്റെ പൈസ എടുത്താൽ ഞാൻ കുറേ ആലോചിക്കും. ഈ കഴിഞ്ഞാൽ എനിക്ക് വേറെ ഇഷ്യൂസ് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഫണ്ട് ചെയ്താൽ ഞാൻ എങ്ങനെ റേസ് ചെയ്യും. ആ റിസ്ക് ഒക്കെ ഇവിടെ ഇല്ല. ഇവിടെ ദർ ജസ്റ്റ് ഓപ്പണിംഗ് ദ ഗേറ്റ് വേ ഫോർ യു ടു ടേക്ക് ദ റിസ്ക് ബിക്കോസ് ഇറ്റ്സ് ദ ഗിവിംഗ് ദ മണി ടു യു ടു എക്സ്പ്ലോർ ഇറ്റ്, ടു ഫെയിൽ ഫാസ്റ്റ്, ടു ഗെറ്റ് സക്സീഡഡ് ഫാസ്റ്റ്. ജസ്റ്റ് ട്രൈ ഇറ്റ്. ഇവിടെ മെയിൻ പ്രശ്നം ആൾക്കാർ ട്രൈ ചെയ്യാത്തതാണ്. ഇഫ് ദ ട്രൈ ഇറ്റ് ദർ ഇസ് നത്തിങ് ടു ലൂസ് ആക്ച്വലി. എയ്തർ യു ലേൺ ഓർ ഏൺ. സോ it's 100% it's worth trying each and everything. അപ്പോൾ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഈ സപ്പോർട്ട് വലിയ ഇമ്പാക്റ്റ് ആണ്, ടു ബി ഫ്രാങ്ക്, വലിയ ഇമ്പാക്റ്റ് ആണ്. സോ ഈ സെക്കൻഡ് ടൈം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഓട്ടോമേറ്റഡ് വർക്ക് മാനേജ്മെൻറ്റ് പിച്ച് ചെയ്തപ്പോൾ ഓബിയസ്ലി ആ ഫസ്റ്റ് ടൈം പിച്ചിങ്ങിൽ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തോ ലിറ്ററലി കറക്റ്റഡ് ഇറ്റ്. ആ റിജക്ഷൻസ് ഒന്ന് പഠിച്ചു നന്നായിട്ട് പഠിച്ചു. ബിക്കോസ് ലിറ്ററലി ലൈക്ക് ദേ ഗേവ് us 3 minutes to present. ഓക്കെ. ഏർലി ആയിട്ട് 3 minutes നമ്മൾ എന്ത് പ്രസൻറ്റ് ചെയ്യാനാണ്, എങ്ങനെ മനസ്സിലാക്കാനാണ്, അവർക്ക് എന്ത് മനസ്സിലാവാനാണ്, അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു ഫസ്റ്റ്. ബട്ട് ദെൻ ലേറ്റർ വാട്ട് ഹാപ്പൻഡ്, ലൈക്ക് ഞാൻ അത് പഠിച്ചറിഞ്ഞു. ഇത്രയും ഫെയിലിയേഴ്സ് ആകുമ്പോൾ തന്നെ ഇപ്പോൾ 3 minutes നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹൗ ഡു കോമൺ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോഡക്റ്റ്. സോ അതൊക്കെ ലേൺ ചെയ്ത് പ്രിപ്പയർ ചെയ്തു. ലൈക്ക് ബിക്കോസ് ഇതൊരു റിയൽ യൂസ് കേസ് ആയതുകൊണ്ട് എനിക്ക് കൺവിൻസ് ചെയ്യാൻ ഈസിയാണ്. ബിക്കോസ് പീപ്പിൾ ക്യാൻ റിലേറ്റ് ഇറ്റ്. അവരുടെ ഇഷ്യൂസ് കൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിയൽ മാർക്കറ്റ് ഫീഡ്ബാക്ക് ഉണ്ട് പിച്ചിങ്ങിന് പോകുന്നതിന് മുമ്പ്. സോ അതൊക്കെ ഞാൻ റെഡിയാക്കി പിച്ച് ചെയ്തപ്പോൾ ഇറ്റ് വർക്ക് 100%. സെക്കൻഡ് ടൈം എത്താൻ ഇറ്റ് വർക്ക് ആയി. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ് വുഡ് വർക്ക്, ബട്ട് ഇറ്റ് ഡിഡ് ബിക്കോസ് ഐ മേഡ് ദ കറക്ഷൻസ്. സോ അപ്പോൾ ദ ഗേവ് us the 10 lakhs grant, which was like very much helpful that ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ ലിറ്ററലി ദേ ജോയിൻഡ് വിത്തൗട്ട് എനി സാലറി. ബിക്കോസ് റവന്യൂ ഇല്ല, സീറോ റവന്യൂ. ഹൗ ഡു യു പേ ദം? ലൈക്ക് ഈവൻ ബിൽ ഗേറ്റ്സ് ഒരു ലൈക്ക് ഫണ്ണി ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും ടെൻഷൻ മൂപ്പര് ഫ്രണ്ട്സിനെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്. അവർ പേ ചെക്ക് ചോദിക്കുന്ന ടെൻഷൻ എന്ന് മൂപ്പര് പറഞ്ഞത്. മൂപ്പർക്ക് ആ ടെൻഷൻ ഉണ്ടാവും, എനിക്ക് എത്ര ഉണ്ടാവും. സോ ലിറ്ററലി വിത്തൗട്ട് any payment they joined, we started working. അപ്പോൾ ഗ്രാൻഡ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ I was able to pay little to them. അറ്റ്ലീസ്റ്റ് ഒരു മോട്ടിവേഷൻ വീട്ടിലെങ്കിലും പറയാമല്ലോ, എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഒരു സ്റ്റേഷനറി വാങ്ങാനെങ്കിലും കയ്യിലുണ്ടെന്നല്ല പറയാമല്ലോ. സോ ആൻഡ് എനിക്ക് മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രയൽ ആൻഡ് എറർ, അതേപോലെ ക്ലൗഡ് സൊല്യൂഷൻസ് സെറ്റ് ചെയ്യാനും. അപ്പോൾ അതിനൊക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്തപ്പോൾ എന്തായെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് സ്റ്റേജിലോട്ട് എത്താൻ പറ്റി. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഗ്രാൻഡ്സ്. ഓക്കെ. സോ ഈ ഫണ്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പ്രോഡക്റ്റ് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് സ്കെയിൽ ചെയ്ത് ഇത് ഏത് ആർക്കിടെക്ചർ ചെയ്ത് ക്ലൗഡ് സൊല്യൂഷൻ ആണ് കറക്റ്റ് ഉള്ളത്. സോ ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ട്രയൽ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഐ വാസ് ഏബിൾ ടു കം ടു കൺക്ലൂഷൻ ദാറ്റ് അപ്പോൾ എനിക്ക് ഇതൊരു സ്കെയിലബിൾ ആപ്ലിക്കേഷനായി എടുക്കാൻ പറ്റാത്ത എല്ലാ ട്രയലും ഞാൻ ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി. ശരി. അപ്പോൾ അങ്ങനെ മാർക്കറ്റിംഗ് എന്താ ചെയ്തതിന്? മാർക്കറ്റിംഗ് മെയിനായിട്ട് ലൈക്ക് ഓർഗാനിക് മാർക്കറ്റിംഗും പിന്നെ അതേപോലെ ഓരോ യൂസ് കേസ് ഞാൻ പറഞ്ഞില്ലേ പൈലറ്റ് കസ്റ്റമേഴ്സിനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ അവർക്ക് വേണ്ടി കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലൗഡ് സർവീസ് ഏജൻസ് ഒക്കെ എടുത്തിട്ട് ലൈക്ക് വാട്ട് ഇമ്പാക്ട് ഇറ്റ് ഡസ് മേക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ക്ലയൻസിനെ നിങ്ങൾ കണ്ടെത്തി അവരെ അപ്രോച്ച് ചെയ്തിട്ട് യെസ് പൈലറ്റ് കസ്റ്റമേഴ്സ് ആയിട്ട് ഓൺബോർഡ് ചെയ്തു. ഓക്കെ. സോ എന്തായിരുന്നു രണ്ടുപേർക്കും കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പ്രോബ്ലം സോൾവ് ആവുന്ന വലിയ ബെനിഫിറ്റ് ദാൻ ദ മണി മേക്കിംഗ് ഓർ സംതിങ്. അവർക്ക് അവർ പ്രോബ്ലം സോൾവ് ആവുന്ന ഏറ്റവും വലിയ റിലീഫ്. സോ ദാറ്റ് ദേ ഗെറ്റിംഗ് ദാറ്റ്. എനിക്കും ലൈക്ക് ആ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റി. അതേപോലെ അതിനുള്ള ഡിസൈൻ വർക്ക് ഫ്ലോ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ സിമിലർ ഇൻഡസ്ട്രീസ് ഐ ക്യാൻ ഹെൽപ്പ് ദം ഔട്ട് ടു സോൾവ് ദെയർ പ്രോബ്ലം. ഓക്കെ. സോ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബ്ലം സോൾവ് ആവുകൊണ്ട് അവരുടെ പ്രോബ്ലം സോൾവ് ആവുന്നു ടെക്നിക്കലി. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് പൈലറ്റ് കസ്റ്റമേഴ്സിനെ എടുത്തു അത് ആൻഡ് വി ആർ ഓൺ ഗോയിങ് വിത്ത് ദാറ്റ്. സ്മോൾ അട്രാക്ഷൻസ് അതിലൂടെ ഉണ്ടാക്കുന്നുണ്ട് ബിക്കോസ് ഫ്യൂ ഓഫ് ദം ആർ പേയിങ് ആസ് വെൽ. ഓക്കെ. അപ്പോൾ ഈ ജൈടെക്സിലേക്ക് വരാൻ കാരണം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെയാണ്? 100%. ബിക്കോസ് ഞാൻ പറയുന്നല്ലോ ലൈക്ക് നമ്മൾ ദർ ഇസ് എ സേയിങ്, ഇഫ് യു ആർ വിത്ത് 4 billionaires ഓട്ടോമാറ്റിക്കലി വിൽ ബി ദ 5th one. ഓക്കെ. സോ നെറ്റ്വർക്കിംഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ആ നെറ്റ്വർക്കിങ്ങിലെ സ്പേസും അതൊക്കെ എനിക്ക് ലൈക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി കുറേ കിട്ടിയിട്ടുണ്ട്. സോ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് ദ റൈറ്റ് പീപ്പിൾ ഓർ റൈറ്റ് ഓഡിയൻസ് വി ടാർഗറ്റ്. ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുന്ന ആളെ കൂടെ തന്നെ കറങ്ങി നടക്കുകയാണെങ്കിൽ ഓബിയസ്ലി വിൽ ഫോളോ ഇൻ ടു ക്രിക്കറ്റ്. ഇപ്പോൾ ഐ എം ആൻ ഓൺടർപ്രണർ. സോ
ഞാനിപ്പോൾ അതിലോട്ട് പോകണമെങ്കിൽ അതിൽ ഞാൻ സ്കെയിലപ്പ് ആവണമെങ്കിൽ ഇമ്പ്രൂവൈസ് ആവണമെങ്കിൽ മൈ നെറ്റ്വർക്ക് ഷുഡ് ബി ദാറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ നെറ്റ്വർക്കിംഗ് ഈവൻറ്റ്സ് ഓൺടർപ്രണറിൽ ലൈക്ക് റൈസ് ചെയ്യുന്ന ലൈക്ക് ഈ ഇൻവെസ്റ്റേഴ്സ് പിച്ച് ആണെങ്കിലും ശരി, അതുപോലെ വേരിയസ് നെറ്റ്വർക്ക് ഈവൻറ്റ്സ് നടക്കും. സോ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റഡ്, ഗ്രോ യുവർ നെറ്റ്വർക്ക്. ഇവൻച്വലി start meeting like big shots and big people like who have succeeded in that. So succeeded people മാത്രമല്ല, like more than that, if you meet people but like face lot many failures, they have a university to learn. Seriously. So അതൊക്കെ പഠിച്ചറിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വിൽ സ്റ്റാർട്ടഡ് മേക്കിംഗ് റൈറ്റ് ഡിസിഷൻ. So that's where we end up. So networking is very very much important than anything. So networking ഉണ്ടായാൽ തന്നെ you will be in a right path, you will learn good. Right. അപ്പോൾ ഈ ജൈടെക്സിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് ആണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ലൈക്ക് സബ്സിഡി ദിൽ ബി സെലക്ടിങ് സ്റ്റാർട്ടപ്സ്. അവർക്ക് അപ്ലൈ ചെയ്യണോ, ലൈക്ക് അവർ വാലിഡേറ്റ് ചെയ്തിട്ട് ദിൽ ബി സെലക്ടിങ് സ്റ്റാർട്ടപ്പ് ആൻഡ് അതിൻ്റെ സബ്സിഡൈസ്ഡ് റേറ്റ് ഉണ്ടാവും. സോ അത് ദേ വിൽ പ്രൊവൈഡ്. സോ ദാറ്റ്സ് അനദർ ലൈക്ക് ബിഗ് തിങ്, റൈറ്റ്? ഇപ്പോൾ ഓബ്വിയസ്ലി ലൈക്ക് ഞാൻ ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഐ ടു പേ മോർ. സ്റ്റാർട്ടപ്പ് ലൈക്ക് ദിസ് ഐ ഹാവ് ലോട്ട് മോർ പ്ലേസ് ടു ഇൻവെസ്റ്റ്. സോ ഇതിൽ മൊത്തം ഇടുമ്പോൾ ഓബ്വിയസ്ലി ഐ വിൽ തിങ്ക് ട്വൈസ്. സോ ജസ്റ്റ് നിങ്ങളൊരു പ്രോബബിലിറ്റി നോക്കിയാൽ മതി, ജസ്റ്റ് എ പ്രോബബിലിറ്റി. ഇപ്പോൾ ഞാൻ ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പേടിച്ചിട്ട് ലൈക്ക് എനിക്ക് അത്ര എമൗണ്ട് ഇല്ല ഞാൻ അത് വിട്ടിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഐ നെവർ ട്രൈഡ് ദിസ്, എനിക്കിത് കിട്ടുമില്ല എന്നുള്ളത് അറിയില്ല. ബട്ട് ഇൻ കേസ് ഈ കേരള സ്റ്റാർട്ടപ്പ് മെഷീൻസ് പുഷ് ചെയ്തുകൊണ്ട് എനിക്കിതിൽ സ്റ്റെപ്പ് എടുക്കാൻ പറ്റി. സപ്പോസ് ഓക്കെ, ലൈക്ക് ഐ ഡോണ്ട് നോ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, സപ്പോസ് എനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫണ്ടിങ് റൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സോ ജസ്റ്റ് തിങ്ക് വെയർ മൈ സ്റ്റാർട്ടപ്പ് ഗോസ്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ട്രൈ ചെയ്യാനുള്ള ബൂസ്റ്റ് ചെയ്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന് വഴി വന്നതാണ്. ഓക്കെ, ഇത് ഏത് സ്റ്റേജിലാണ് പിന്നെ ജോബ് വിട്ടത്? ലൈക്ക് ഒരു മിനിമൽ റവന്യൂ ഒക്കെ വന്നതിന് ശേഷം ഐ ഡിസൈഡഡ് ഓക്കെ നമുക്കിതിൽ ഫുള്ള് ഇറങ്ങി ചെയ്യണം. ഒരു കോ-ഫൗണ്ടർ പിന്നെ ലൈക്ക് ലേറ്റർ വൺ ഓഫ് മൈ ഫ്രണ്ട് ജോയിൻഡ് ആസ് എ കോ-ഫൗണ്ടർ, ലൈക്ക് ഷീ വർക്ക് വിത്ത് മീ ബാംഗ്ലൂർ. സോ നമുക്ക് ഈ ചക്കന്മാർ ലൈക്ക് യാ they're doing good, but they need more expertised mentor to run the product team. So I asked my friend like, why won't you join this, help them grow? Because എനിക്ക് okay development technically good ആണെങ്കിലും ഈ ബിസിനസ്സിലോട്ട് വന്നപ്പോൾ നെറ്റ്വർക്കിംഗ് ബിൽഡ് ആകുമ്പോൾ ഐ ഹാവ് ടു സ്കെയിൽ അപ്പ് ദ ബിസിനസ്. ഈ ബിസിനസ് വലുതാവും എന്താ ചെയ്യാനെന്നുള്ള റോളും റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പോൾ അവനിക്കിനെ അവരൊപ്പം ഇരുന്ന് കോഡിങ് അടിച്ചിട്ടോ അവർക്ക് ലൈക്ക് ടെക്നിക്കലി ഹെൽപ്പ് ചെയ്തിട്ടോ കാര്യമില്ല. കമ്പനി ഗ്രോ ആവണമെങ്കിൽ യു ഹാവ് ടു നോ ബിസിനസ്, യു ഹാവ് ടു നോ മാർക്കറ്റ്, യു ഹാവ് ടു ഡു എൻ നമ്പർ ഓഫ് R&Ds ആൻഡ് യു ഹാവ് ടു മീറ്റ് എൻ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, പിച്ച് ടെക് ഒക്കെ മാനേജ് ചെയ്യണം. സോ സ്റ്റാർട്ടപ്പ് അറിയാലോ മൾട്ടിപ്പിൾ റോൾസ് ആണ്, ഒരാൾ തന്നെ മൾട്ടിപ്പിൾ റോൾസ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ആ സ്പേസ് വേക്കൻ്റ് ആണ്. ടെക്നിക്കലി ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനും നല്ലൊരു ആർട്ടിഫിഷ്യൽ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാനും. സോ ആസ്ക് മൈ കോ-ഫൗണ്ടർ ഗായത്രി ടു ഗെറ്റ് ഇൻ ടു ദ ടീം. So that's how she joined the team. Okay, so എന്താണ് അജണ്ട ജൈടെക്സിൽ? വാട്ട് ആർ യു എക്സ്പെക്ടിങ്? Obviously like good networking and funding team. സിംപ്ലി പറയുകയാണെങ്കിൽ അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഫണ്ട് റൈസ് ചെയ്യാൻ നോക്കുന്നത്. നൗ ബൂട്ട്സ്ട്രാപ്ഡ് ആണ്? യെസ്, ബൂട്ട്സ്ട്രാപ്ഡ് ആണ്. ഓക്കെ, എത്ര ആസ്ക് എങ്ങനെയാണ്? Ask what I'm looking for is like 2.5 CR for 10% equity for the current valuation we have. അപ്പോൾ ഫണ്ട് റൈസിങ്ങിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചത്. എന്താണ് ഫണ്ട് റൈസ് ചെയ്യുന്നതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഫേസ്ഡ് എനി എന്തെങ്കിലും പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടോ അതിൽ? A lot I could say. So fundraising like typically like as an amateur, right? My understanding was literally different. I literally thought fundraising എന്ന് പറഞ്ഞാൽ ഓക്കെ നല്ല പ്രോബ്ലം ആയിട്ടോ ലൈക്ക് ഒരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ടോ നമ്മൾ പോയി ലൈക്ക് എൻ്റെ വാല്യുവേഷൻ ഇത്രയാണ്, എനിക്ക് ഇത്ര ഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ കയ്യിലെടുത്ത് ചെക്ക് ചെയ്ത് തരുന്നുള്ള ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു ഫസ്റ്റ്. ഷാർക്ക് ടാങ്കിലൊക്കെ ഷാർക്ക് ടാങ്ക് കാണുന്ന പോലെ ലൈക്ക് സോ ദാറ്റ്സ് ഞാൻ പറയാം അതൊരു വലിയൊരു മാർക്കറ്റാണ്. ലൈക്ക് ഇറ്റ്സ് എ ഡേഞ്ചറസ് പ്ലേസ് ഐ കുഡ് സേ. ഓക്കെ, നമ്മൾ വിചാരിക്കും ഫണ്ട് റൈസിങ് ഇസ് ലൈക്ക് സേവിയർ സ്റ്റഫ്, ബട്ട് വി ഹാവ് ടു തിങ്ക് ട്വൈസ്. ലൈക്ക് എല്ലാ സ്റ്റാർട്ടപ്പും ഫണ്ട് റൈസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. സോ ദർ ആർ ലിറ്റിൽ സ്റ്റേജസ് ദാറ്റ് സ്റ്റാർട്ടപ്പ് ഷുഡ് വാലുവേറ്റ് വൈ നീഡ് ദ ഫണ്ടിങ്. ഫണ്ടിങ് ഇല്ലെങ്കിൽ ഓൾവേസ് യു ഹാവ് ടു ഹാവ് എ പ്ലാൻ ബി. വാട്ട് ഇഫ് യു കാൻ റേസ് ഫണ്ട്, വാട്ട് ക്യാൻ യു ഡു? അവിടെ നിങ്ങൾക്ക് ആൻസർ ഉണ്ടോ, ദെൻ ഗോ ഫോർ ഫണ്ട് റൈസിങ്. വാട്ട് ഇഫ് നോട്ട്, പൂട്ടിപ്പോവോ, ദെൻ ഡോണ്ട് റേസ്. നിങ്ങൾക്ക് നിങ്ങളെ കമ്പനി അതില്ലാതെ പോകാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഹൗ വുഡ് ഇൻവെസ്റ്റർ വുഡ് ഇൻവെസ്റ്റ് ഇൻ യു? സോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ലിറ്ററലി വെൻ എവർ ഐ ഗോ ഫോർ ഫണ്ട് റൈസിങ് ഐ യൂസ്വലി തോട്ട് വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഓക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സോ ആ ഒരു കോൺഫിഡൻറ്റ് വന്നതിന് ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് റൈസിങ്. ബട്ട് വെൻ സ്റ്റാർട്ടഡ് റൈസിങ് റൈറ്റ് ഐ ലേൺ എ ലോട്ട് ഓഫ് സ്റ്റെപ്സ്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാണ്ട് ഫണ്ട് റൈസിങ്ങിന് മുമ്പ്. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യാണ് ഇങ്ങനെ ചെയ്യാണ് ഇങ്ങനെ എടുക്കേണ്ടെന്നുള്ളത് ചെയ്ത്. ഫസ്റ്റ് യു ഹവ് ടു സ്റ്റഡി ദ ഇൻവെസ്റ്റർ. അവരെതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കമ്പനീസാണ്, അവരുടെ സെക്ടേഴ്സ് അവർക്ക് ഇൻട്രസ്റ്റഡ് ഉള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇതിലൊക്കെയാണ് അവർ ചെയ്യുക, കാറ്റഗറീസ്. ചിലർ സാസ്റ്റിക്കലി ചെയ്യില്ല, ചിലർ വെബ്3 ചെയ്യുള്ളൂ, ചിലർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, ചിലർ പ്രോപ്പ് ടെക് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ അത് കാണാതെ അതനലൈസ് ചെയ്ത വോയിസ് എൻ ഇൻവെസ്റ്റർ ഐ ഗോ ആൻഡ് പിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടിപ്പിക്കലി എന്ത് ചെയ്യും, ഒരു 5-6 റോങ് ഇൻവെസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ ലിറ്ററലി ഗോ ഡൗൺ. ദാറ്റ് വിൽ പുട്ട് മീ ഡൗൺ. ദെൻ ഐ വിൽ നെവർ ട്രൈ. സോ വാട്ട് ഐ എം ലോസിങ് മേ ബി 6th one ഇസ് ദ റൈറ്റ് ഗൈ. ഞാൻ അപ്രോച്ച് ചെയ്ത് 5 തെറ്റിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും, ഫെയിലിയർ ചെയ്ത് വർക്കൗട്ട് ആവില്ല, ഇതിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല, മേ ബി മൈ ഐഡിയ ഇസ് നോട്ട് ഗുഡ്, തന്നെ ക്ലോസ് ചെയ്യും. ബട്ട് വാട്ട് ഇഫ് ദ 6th one ഇസ് ദ റൈറ്റ് ഗൈ? So always do an R&D. Check who are your investors, what they are interested in. So how do you do that? So obviously investors background, LinkedIn profile, whatever it is, അവരുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യും. അവർ പാസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്സ് ഏതൊക്കെയാണ് നോക്കും. ഇവിടുത്തെ സാസ് ചെക്ക് ആണെങ്കിൽ ഐ ജസ്റ്റ് അപ്രോച്ച്, ഓർ എ ആണെങ്കിൽ ഐ അപ്രോച്ച്. ഓക്കെ, അപ്രോച്ച് ഇൻ ദ സെൻസ് എങ്ങനെ അപ്രോച്ച്? ഫസ്റ്റ് ഐ മെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഐ ടേക്ക് അപ്പോയിൻമെന്റ്സ് ആൻഡ് ഐ വിൽ പിച്ച് ദെയർ. സോ അത് വൺ ഓഫ് ദി വേ ആണ്. ആൻഡ് അനദർ ഇസ് ലൈക്ക് ദിസ് investors pitching events. நிறைய events organize ചെയ്യും. That you have to be very very careful because there are a lot of startups, right? Freshers, പുതിയതായിട്ട് ചെക്കന്മാരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്സിലൊക്കെ I seen many startups, okay? What they're doing is like, for simple like 5 lakhs 10 lakhs ഒക്കെ റൈസ് ചെയ്തിട്ട് they are giving their equity out. ശരി. Okay, easily like 5% 10% equity or 5 lakhs 10 lakhs amount they are giving it away. Just think our government കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ 10 to 15 lakhs വരെ ഫ്രീ ഗ്രാൻഡ്സ് ആയിട്ട് തരുന്നത് വിത്തൗട്ട് എനി ഇക്വിറ്റി. സോ ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ദേ ഹാവ് ടു എക്സ്പ്ലോർ ഇറ്റ് റൈറ്റ് അവേ. അതിന് മുമ്പ് വേഗം ഇക്വിറ്റി കൊടുക്കുന്നത്. ഈ ഏർലി സ്റ്റാർട്ടപ്പിൽ ഇത്ര ഇക്വിറ്റി ഇത്ര ചെറിയ എമൗണ്ട് ഐ ഡു അഡ്വൈസ് ഡു നോട്ട് ഗിവ് ഇറ്റ് അവേ ലൈക്ക് ദാറ്റ്. ചുമ്മാ ഫണ്ട് മാത്രം എടുത്തിട്ട് കാര്യമില്ല. സോ ഏർലി സ്റ്റേജിൽ കൊടുക്കുമ്പോൾ ഭയങ്കര പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനത്തെ ടീമിനെ കുറേ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ചില പേരൊക്കെ. അതേപോലെ ചെറിയ പേര് നെറ്റ്വർക്കിംഗ് ഈവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ശരി. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ആർ ബ്രിങ്ങിങ് അപ്പ് സം ഇൻവെസ്റ്റേഴ്സ് ഇൻ. അത് ലെജിറ്റ് ആവണമെന്നില്ല. ദേ കോൾ ദംസെൽസ് ആസ് ഇൻവെസ്റ്റേഴ്സ്. ലെജിറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഈ വരുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. ലൈക്ക് വാട്ട് എവർ ദേ ഇൻവെസ്റ്റഡ് ഇൻ, എത്ര ചെയ്തിട്ടുണ്ട്, വാട്ട് ഇസ് ദ എമൗണ്ട്. ഇപ്പോൾ നമ്മളൊരു ഐഡിയ ഒരു എമൗണ്ട് മൈൻഡ് സെറ്റിൽ വെച്ച് പോയിട്ടുണ്ടാവും. വെദർ ദേ ആർ കാപ്പബിൾ ഓഫ് ഗിവിംഗ് ഇൻ ദാറ്റ് വേ, വെദർ ഇറ്റ്സ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഓർ VC ഫേം, വാട്ട് എവർ ഇറ്റ് ഇസ്. അതൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്ത് പോകാൻ. ഐ ഹവ് സീൻ മെനി ഈവൻസ് ലെജിറ്റ് ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്സിനോട് ലൈക്ക് 10K 15K 20K ടിക്കറ്റ് സെയിൽ ചെയ്യും. സി വി ആർ ബ്രിങ്ങിങ് അപ്പ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് 100 millions ഒക്കെ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് വെക്കും. സോ ഇവരൊക്കെ എന്ത് ചെയ്യും, ഒക്കെ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഈവൻ്റുകാർക്ക് നല്ല വശം കണ്ടു പോവാം. ഈ ഇൻവെസ്റ്റേഴ്സ് വിശ്വസിച്ച് എങ്ങനെയെങ്കിലും ഫണ്ട് കിട്ടുമെന്ന് റൈസ് ചെയ്യാന്നുണ്ടെ വരും. ഇവന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ ഫീ ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുമ്പോൾ എൻഡിങ് അപ്പ് നോ വൺ ഗെറ്റ്സ് എനി ഇൻവെസ്റ്റ്മെന്റ്. സിമ്പിൾ അല്ലേ, ആർക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റേഴ്സ് നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രോഡക്റ്റ്, കഴിഞ്ഞോ, നത്തിങ്, എവിടെ ഫീസ് പോയി. സോ ഇങ്ങനത്തെ കുറേ ഈവെന്റ്സ് നടക്കുന്നുണ്ട്. ബിഫോർ ഗോയിങ് വാലിഡേറ്റ് ഇറ്റ്. ആ ഇൻവെസ്റ്റേഴ്സ് ലിസ്റ്റ് അവർ തരുമല്ലോ, അത് കാണാമല്ലോ, അല്ലെങ്കിൽ ആഡിലൊക്കെ കാണാം, ആരൊക്കെ വരുന്നതിൽ കാണാമല്ലോ. സോ because it's hard earned money. Like startup like you need money to burn like anything. It's a fuel. Money is just a fuel, but you need to burn at the right place. ഞാൻ അതൊക്കെ ഇവിടെ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചുമ്മാ പോയി ഒരു 5-6 മണിക്കൂർ ഇരുന്ന് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്ന് ചുമ്മാ വരുന്നതിന് ഇൻവെസ്റ്റഡ് സംവെയർ എൽസ്. അല്ലെങ്കിൽ ഇതുപോലെ റൈറ്റ് ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുക. നമുക്ക് അറിയുന്ന നെറ്റ്വർക്കിലോ ഇപ്പോൾ അതേപോലെ കുറേ ലെജിറ്റ് B2B നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ട്. കേരളത്തിൻ്റെ കുറേ BNA GCSE എന്നൊക്കെ കുറേ ബിസിനസ് നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ് നെറ്റ്വർക്കിങ്ങോ അതിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല നെറ്റ്വർക്ക് സറൗണ്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്താൽ തന്നെ ദേ വിൽ ഹെൽപ്പ് യു ഔട്ട് ടു ഗെറ്റ് റീച്ച് ദ റൈറ്റ് പേഴ്സൺ. സോ ആ റൈറ്റ് പേഴ്സണെ കിട്ടിയാൽ തന്നെ എന്തായി, നമുക്ക് ലെജിറ്റായ ജെന്യൂൻ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പറ്റും. ദേ വിൽ ഗിവ് us the right feedback, what they are interested in, what is the market is about. They will help us a lot. Even though if they are giving money or not, maybe they can connect to the right person. അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. സോ ദാറ്റ്സ് ഹൗ യു ഹാവ് ടു റീച്ച് ഔട്ട് ദ റൈറ്റ് ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഇപ്പോൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഷിമിൽ ആക്ച്വലി എന്താണ് ലൈക്ക്
മണി മാത്രമാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? ആർ യു എക്സ്പെക്ടിങ് സം കൈൻഡ് ഓഫ് എക്സ്പെർട്ടൈസ്? നെവർ മണി മാത്രം എടുത്തിട്ട് നമുക്ക് യൂസ് ഇല്ല. ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇഫ് ദേ ആർ ഇൻ ടു ലൈക്ക് ദ സാസ്റ്റെക് ഓർ വാട്ട് എവർ സെക്ടേഴ്സ് വി നീഡ്, അവർക്ക് നെറ്റ്വർക്ക് ഓൾറെഡി ഉണ്ടാവും, ലൈക്ക് ആ ലിങ്ക് ഓൾറെഡി ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി ആ മാർക്കറ്റിലൂടെ അവർക്ക് എൻട്രി പോയിന്റ് ആക്സസ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഐ എം ഗെറ്റിംഗ് എൻ ഇൻവെസ്റ്റർ ഫ്രം ദുബായ് ആൻഡ് ഐ എം ഫ്രം ഇന്ത്യ, എനിക്ക് ദുബായിലോട്ട് ഒരു ഗേറ്റ് ആയി ഇപ്പോൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ. സോ നോട്ട് ഓൺലി ജസ്റ്റ് മണി, എനിക്ക് അവരുടെ നെറ്റ്വർക്ക് അവരുടെ എക്സ്പെർട്ടൈസ്ഡ് വേണം, ദേ ഹാവ് എ ഗുഡ് അനാലിസിസ് ടീം, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് മെയിൻ. വെറും മണി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ജസ്റ്റ് മണി യു ക്യാൻ റൈസ് ഫ്രം യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആൻഡ് സ്റ്റഫ്, ജസ്റ്റ് മണി. ബട്ട് ഇൻവെസ്റ്റേഴ്സ് ആണ് യു ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു എ ബിഗ് മാർക്കറ്റ്. അതാണ് പലർക്കും മനസ്സിലാവാത്തത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത്. ഈ മേഖലയിൽ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരുപാട് പേര് വിചാരിക്കുന്നത് യു ആർ ജസ്റ്റ് റൈസിങ് ഇറ്റ് ഫ്രം സംവൺ, എവിടെ നിന്ന് കിട്ടിയാലും കാശ് എടുക്കുന്നു യൂസ് ചെയ്യുന്നു എന്നുള്ളത്. സോ യു ഹാവ് ടു ഡു ദാറ്റ് പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അല്ലേ? 100%. അതായത് ഇൻവെസ്റ്ററിൻ്റെ പ്രൊഫൈലും നമ്മളായിട്ട് മാച്ച് ആവണം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ മാത്രം നോക്കിയാൽ പോരെ. ഞാൻ ടെക്നിക്കലി മനസ്സിലാക്കി എന്താ പറയുക, ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് പിക്കിംഗ് അസ്, വി നീഡ് ടു പിക്ക് ഇൻവെസ്റ്റേഴ്സ്. ഇറ്റ്സ് ആക്ച്വലി ബോത്ത് വേ, ബട്ട് നമുക്ക് ആ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവണം. യു ഹാവ് ടു പിക്ക് യുവർ ഇൻവെസ്റ്റർ. ഓക്കെ, സോ ഷിമിൽ, നമുക്ക് ഇനിയിപ്പോൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. എന്തായാലും ജൈടെക്സിൽ വന്നിട്ടുള്ളത് യു ആർ ഓൾസോ ട്രൈങ് ടു റേസ് ഫണ്ട്സ്, നെറ്റ്വർക്കിംഗ് ഇതൊക്കെയാണ്. ഇപ്പോൾ ഹു നോസ്, ഇവിടുന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ ഓൺബോർഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ട്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു ഫോർ കമ്മിങ്.